നോക്കട്ടെ, മുടിയൊക്കെ കണ്ണില് വീഴുന്നു. ചീത്തയായി. ഇതിലൊന്നുമില്ലേ? നീ എന്തിനീ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ബസ്സിന് വന്നത്? അച്ഛനടുത്തൊരു വാക്ക് പറഞ്ഞ അച്ഛൻ വന്ന് കൂട്ടിയിട്ട് വരില്ലേ? പിന്നെ അച്ഛനൊന്നും വിളിച്ചിട്ട് വരാൻ പറ്റിയ സാഹചര്യം ഒന്നും അല്ലായിരുന്നു. ഇതെന്തിനീ വിളിച്ചോണ്ടിരിക്കുന്നത്? വന്നപ്പോ മുതൽ ശല്യം തന്നെ. എന്നാൽ പിന്നെ എനിക്ക് അവനെയും കൂട്ടി വന്നാൽ പോരെ? ലീവുള്ള സമയത്ത് വന്ന് 2 ദിവസം നിന്നിട്ട് പോകാലോ. എന്തിന്? കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇനി അതന്നെ പറഞ്ഞോണ്ട് നടക്കല്ലേ. ഇയാൾ എന്തിനീ വിളിച്ചോണ്ടിരിക്കുന്നത്? നീ എന്താ കട്ടാക്കി കളിക്കുന്നത്? ആ ഫോണും എടുക്ക്. കുഞ്ഞിനെയും കൊണ്ട് ബസ്സിന് വന്നതല്ലേ, മോൻ ഒരു സമാധാനം ഇല്ലാണ്ട് വിളിക്കുകയായിരിക്കും. പിന്നെ എന്റെ സമാധാനം മുഴുവൻ കളഞ്ഞിരിക്കുക. ഞാൻ അങ്ങനെ സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും കുറച്ച് മനസ്സമാനം തന്നൂടെ? ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? അമ്മ വേറൊന്നും പറയണ്ട, സമൂസിങ്ങത കുറെ നേരമായില്ലേ ചായക്കടി വാങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാണ്ടിരിക്കുന്നത്. തന്നെ അമ്മ, ഞാൻ രാഹുലിനെ വിട്ട് വാങ്ങിപ്പിച്ചതാ. എനിക്കറിയില്ലല്ലോ നീ ഇങ്ങനെ വരുന്നുള്ളത്. മോനും ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വന്നു കഴിഞ്ഞാൽ 2 കഴിക്കും അവന്. 2 കൂടി വന്നാൽ മതിയായിരുന്നു. നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്രയെന്ന് അറിയോ? ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ കിട്ടൂലല്ലോ നല്ല ഫുഡൊന്നും. എന്ത്? ഭർത്താവിന്റെ വീട്ടിൽ നല്ല ഫുഡ് കിട്ടില്ലാന്നാ? നീയല്ലടി ആദ്യമൊക്കെ പറയുന്നത് അവിടെയാണ് എനിക്ക് സുഖം, അവിടെ നല്ല ഫുഡ് കിട്ടും, ഇവിടെ വന്ന അമ്മ എന്താ മര്യാദക്കൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത്. പിന്നെ 2-3 ദിവസമായിട്ട് ഞാനാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ തള്ളേനോട് പറഞ്ഞതാ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന്, കഴിക്കണം അത്രയും തോന്നിയിട്ട്. അന്നേരം പറയാം, മോളെ എനിക്ക് വയ്യ, പനിയാണ്, നീ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. എനിക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ കുറച്ച് പരിപ്പും പിന്നെ 2-3 പച്ചമുളക് ഇട്ടൊരു കറി ഉണ്ടാക്കി. എന്നാലും എൻ്റെ കെട്ടിയവനൊരു ബോധം വേണ്ട, എവിടെയും കൂടെ പുറത്തു പോയിട്ട് ഭക്ഷണം വാങ്ങി കൊടുക്കണം എന്നൊക്കെ. അമ്മയ്ക്ക് പനിയല്ലേ, അമ്മയെ നോക്ക്, തൽക്കാലം ഇതൊക്കെ മതിയെന്ന് മൂപ്പനും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? മര്യാദക്കൊരു വായിക്ക് രുചിയുള്ള ഭക്ഷണം അവിടെ കിട്ടാൻ വഴിയില്ല. എന്താ നിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടല്ലേ? അപ്പൊ നീയല്ലേ പറയില്ലേ അമ്മ നല്ലോണം ചിക്കൻ കറി ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, നെയ്ച്ചോറ് ഉണ്ടാക്കും, ഞങ്ങൾക്ക് ഇടയ്ക്ക് അത് തന്നെയാണുള്ളത്. പിന്നെ അവരുടെ പച്ചക്കറി വെക്കൽ കുറവല്ലേ, എപ്പോഴും ചിക്കനും മീനല്ലേ. നമ്മൾ അങ്ങനെയാണോ? ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം മീൻ വാങ്ങിക്കും. ആ ഒരു ദിവസം തന്നെ ആഴ്ചക്ക് മീൻ വാങ്ങുന്നത്, അതിനപ്പുറം മീനും അങ്ങനെ ഇവിടെ എവിടുന്ന പൈസ? നീ എന്താ വിചാരിച്ചു ഇവിടെ ദിവസം നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് കഴിക്കാന്നുള്ളതാ? ഇന്ന് എനിക്ക് മീൻ കൂട്ടാൻ തോന്നിയിട്ട് പോയി. കുറച്ച് മത്തി വാങ്ങിട്ട് വന്നത്. അച്ഛൻ എന്താ വാങ്ങിട്ട് വന്നത്? ആ പീടിയിൽ പോയിട്ട് 50 ഉണക്ക ചെമ്മീൻ, അത് ഇത്ര ഉണ്ട്. അത് വൃത്തിയായി കഴിക്കുമ്പോൾ മതിയായി. 2 മാങ്ങ ഇട്ട് അത് വെച്ചിരിക്കണം. അത് അവരുടെ തന്നതാ, ലക്ഷ്മി തന്ന 2 മാങ്ങ. ഇവിടെ എന്തെങ്കിലും വാങ്ങലും വെക്കലും ഉണ്ടോ? നിനക്ക് ഇഷ്ടം പോലെ അവിടെ കിട്ടുമ്പോൾ തോന്നുകയല്ലേ അവരുടെ വന്ന് കുറ്റം പറയേ? അയ്യന്റെ മോളെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം വെച്ചുണ്ടാക്കി തരുമ്പോ എനിക്ക് നല്ല സുഖമല്ല ഇരുന്ന് കഴിക്കാൻ. അപ്പൊ ഒരു വയ്യാണ്ട് കിടക്കുമ്പോഴേ നീയല്ലേ അവരെ നോക്കേണ്ടത്? ഓടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക കുഞ്ഞിനെ എടുത്തിട്ട്. പിന്നെ നോക്കി നോക്കി മടുക്കും മനുഷ്യൻ. മിന്നാണ്ട് കിടക്കുക, ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ചുഴിക്കും, കട്ടൻ ചായ ചുഴിക്കും. ഏട്ടൻ വല്ല പണി എടുത്തു തരുമോ? അടിച്ചു വാരം തുടക്കിലൊക്കെ ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അടുക്കളയിൽ കാരണം എനിക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നിൽക്കില്ല, കുറച്ച് ദിവസം കണ്ടേ പോകുന്നു. പനി മാറും, ഞാൻ നോക്കട്ടെ. ആ കുഞ്ഞിന് വിശന്നിട്ട് കരയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ മോരും പാലൊന്നും ഇല്ല. ആ കുറച്ച് ചോറെടുത്ത് ഉപ്പിട്ടിട്ട് മിക്സിയിൽ അടിച്ചു കൊടുക്കും, കുഞ്ഞിന് വയറുനിറ വാരി കൊടുക്കും. എന്നും ദാരിദ്ര്യം തന്നെ, അവിടെ നിന്ന് വന്നാൽ. പിന്നെ നീ എന്തെന്ന് വിചാരിച്ചത്? നീ ഇവിടെ വല്ല നിന്റെ ഭർത്താവ് വരുമ്പോ അന്ന് 2000-3000 ഇവിടെ തന്നിട്ട് പോയി. നിങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ചിക്കനും മീനും സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ അറിയില്ല. ഓടിപ്പിടിച്ച് ഇവിടെ വന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞ അതെന്താ കഴിക്കുന്ന കുട്ടിയാ? ഇവിടെ നിന്റെ അച്ഛനുണ്ടോ വാങ്ങിട്ട് വരുന്നത്? അതിന് അച്ഛന് വല്ല വരുമാനോ പണിയോ ഉണ്ടോ? എന്നല്ലല്ലേ വേണ്ടില്ല. പാവം വന്നാണെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരും ഇവിടെ. ഇതെന്തൊരു മക്കളാണ്. ഞാൻ അവള് പോയി നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണ്, നല്ല പൈസക്കാരി, നല്ല അന്തസ്സിൽ ജീവിക്കുന്നു. എന്നാലും ഈ ദാരിദ്ര്യത്തിൽ അവൾക്ക് വരണം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എന്നിട്ട് അവരുടെ മെനക്കെട്ട് അവരുടെ കുറ്റം പറയണം. അതാണ് ഒക്കെ മറന്നു. ഇവിടുന്ന് പോയപ്പോ കഴിഞ്ഞതെല്ലാം അവൾക്ക് മറന്നു. ഈ അവിടെ ഇവിടെ നടക്കുന്നതിനൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതെവിടുന്നാ ഇത്രയും വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ എന്താ പണി? അവിടെ ഇവിടെ കിടക്കുന്നതിനൊക്കെ പെറുക്കിയിട്ട് വരും. ഇത് കൊടുത്ത് 10-50 കിട്ടിയ മീൻ വാങ്ങാനായല്ലോ എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതിനെയൊക്കെ ഇവിടെ കൊണ്ട് സൂക്ഷിച്ചെടുത്ത് വെക്കും. ഇനിയിപ്പോൾ ചെക്കൻ വന്നതിന് എടുത്ത് കൊടുക്കണം. 50 കിട്ടില്ല, കൊടുത്തോണ്ട് 10-30 കിട്ടുമായിരിക്കും. നല്ല നല്ല ബോട്ടിലുകളല്ലേ. ഓ നാണക്കേട്. അച്ഛന് വേറെ ഒരു പണിയില്ല? എന്നെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ? നല്ലൊരു വീട്ടിലേക്കല്ലേ എന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നാണക്കേടല്ലേ നാട്ടുകാർ കണ്ടാലത്? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. മോളെ വലിയ വീട്ടിലേക്ക് കൊടുത്തിരിക്കണവർ ഞങ്ങൾക്ക് അഹങ്കാരം കാണിക്കേണ്ടത്. നീ ഇപ്പൊ ഇവിടെ ഒന്ന് ഇരിക്കാൻ പോകല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം പോയിക്കൊണ്ടുന്ന പണിയില്ലേ 6000 രൂപ മാസം ശമ്പളം വാങ്ങിയത്, അതിന് പോയിക്കോ. കുഞ്ഞിനെ ഞാനും നോക്കാം. അതിൻ്റെ കൂടെ കഴിയണ്ടേ കുടുംബം. എനിക്കും അച്ഛനും ചെലവ് കഴിയുന്ന വരുമാനം ഇവിടെയുള്ളൂ. അതും എന്തെങ്കിലും കറി വെച്ചു അല്ലെങ്കിൽ ഇല്ല.
പിന്നെ നീ ഇവിടെ വളർന്നത് കാരണം നീ 2 ദിവസം വേണമെങ്കിൽ പട്ടിണിയും കിടക്കും. അതെനിക്ക് പ്രശ്നമില്ലല്ലോ. അതുപോലെയാണ് കുഞ്ഞ്, അത് വലിയ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ, അതിനനുസരിച്ച് അതിന് ഭക്ഷണം കൊടുക്കണ്ടേ. അമ്മ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഒരു 10-15,000 രൂപയോളം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വന്നതാ. പിന്നെ കല്യാണത്തിന് എനിക്കത് സ്വർണ്ണമില്ലേ, അതുകൊണ്ട് ചെലവ് കഴിയാനൊക്കെ അത് മതി. പിന്നെ നീ 101 പവൻ ഒരു കാറും കൊണ്ടാണല്ലോ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ആകെ 1/4 പവന്റെ കമ്മല്ല ഞങ്ങൾ തന്നത്, 1.25 പവന്റെ ഒരു നെക്ലസും കയ്യിൽ കിടക്കുന്ന 1/2 പവന്റെ വളയും, ബാക്കിയൊക്കെ അവരിട്ട സാധനങ്ങളല്ലേ എൻ്റെ കഴുത്തിലൊക്കെ ഉള്ളത്. ഇത് നീ ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റും? എനിക്ക് തൊടാൻ പറ്റും അവരുടെ മുതൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട്? അത് സ്വർണ്ണത്തിന് വില കൂടിയതുകൊണ്ടല്ലേ കുറച്ച് മാത്രം നന്നായിച്ചത്. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയിരുന്നില്ലേ 10-15 പവൻ? പിന്നെന്താ? പിന്നെ നിന്റെ അച്ഛനങ്ങനെ മാസം 50,000 ശമ്പളം വാങ്ങുന്ന ആളല്ലേ. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ അച്ഛനെ 3 ദിവസം പണിയെടുക്കണം 500 രൂപ തികച്ച് കിട്ടണമെങ്കിൽ. അച്ഛൻ നിനക്ക് എത്ര തരും? ഓ, വിളിച്ചു പോയി നാട്ടുകാരെ കൂടി അറിയിക്കല്ലേ അമ്മേ. അച്ഛന് 500 രൂപ കിട്ടിയാൽ എന്താണ്, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്? ഒരു കുഴപ്പമില്ല. നല്ല സ്റ്റാൻഡേർഡ് തന്നെ ഞങ്ങളെയൊക്കെ നോക്കിയിട്ടും വളർത്തിയിട്ടൊക്കെ ഉള്ളത്. ഇവിടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് പോയ വീട്ടിൽ മാത്രമേ നല്ല രീതിയിൽ നടക്കാൻ പറ്റിയത്. അല്ലാണ്ട് വെറുതെ ഒന്നും അല്ല. നീ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നിന്റെ സ്റ്റാൻഡേർഡ്. ഞാൻ വലിയ വലിയ വീടുകളിൽ പണിക്ക് പോകുന്ന കാരണം അവിടുത്തെ മക്കളുടെ നല്ല നല്ല ഡ്രസ്സുകൾ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ആങ്ങളും പെങ്ങളും മാറി മാറി ഇടുമ്പോഴേ പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ. നമ്മുടെ കുടുംബത്തിലെ കാര്യം നമ്മൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതില്ലെങ്കിലേ കാണാമായിരുന്നു നിന്റെ സ്റ്റാൻഡേർഡ്. അന്ന് ഇവർ നിന്നെ കാണാൻ വരുമ്പോഴേ, പെണ്ണ് കാണാൻ വരുമ്പോൾ ഏത് ഡ്രസ്സ് ഇട്ട് നിന്നത്? ലക്ഷ്മി വെച്ചെന്ന പട്ടുസാരിനെ വെട്ടിയടിച്ചപ്പോൾ അവിടെ ബ്ലൗസ് ഇട്ടു അല്ലേ? രണ്ട് നല്ല ഡ്രസ്സ് മര്യാദക്കുള്ളത് ഉണ്ടായിരുന്നു നിനക്കെന്ന്. അമ്മ വെറുതെ വേണ്ടെന്ന് പറഞ്ഞ് പറയല്ലേ. ഇപ്പൊ സാഹചര്യം മാറില്ലേ, പിന്നെന്താ? എപ്പോഴും തുടങ്ങി കൊടുക്കുന്നു പറഞ്ഞു. ആ, ഇപ്പൊ നിന്റെ സാഹചര്യം മാറി. നീ കുറച്ചും കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ നീ പഴയത് എങ്ങനെ ജീവിച്ച ആദ്യം അതുപോലെ തന്നെ ആകും. അതൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. മോനെ, അവള് വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. ഒന്ന് വെയിലൊന്ന് താഴ്ന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വരുന്നതല്ലേ, അപ്പം ഏതെങ്കിലും ഓട്ടോ പിടിച്ചിട്ട് അയച്ചു വിടാന്ന് പറഞ്ഞിരിക്കുക ഞാൻ. എന്നാൽ ഇത് മര്യാദയാണമ്മേ. ഒരക്ഷരം പറയേണ്ട അവള് വീടിന്ന് കുഞ്ഞിനടുത്ത് ഇങ്ങോട്ട് വന്നത്. അമ്മയോടെ പനിച്ചു കിടക്കുക. അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുന്ന കാര്യം. അമ്മ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അവൾ ഇവിടെ ഇല്ല, കുഞ്ഞിനെടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയിന്ന്. അമ്മ അവളെ കുറെ വിളിച്ചു നോക്കി, അവള് ഫോൺ എടുക്കുന്നില്ല. എന്നിട്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാനും അവളെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അവൾ അറ്റൻഡ് ചെയ്യണ്ടേ? പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. മോനെ, എനിക്കും ഒന്നും അറിയുന്നില്ല. ഇവള് വിളിച്ചു വരണ്ടെങ്കിൽ പെട്ടെന്ന് വന്നതല്ലേ. ഞാനവിടെ പണിക്ക് പോയിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവള് വന്നിരിക്കുന്നു. പിന്നെ അപ്പുറം ചായക്കടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ എന്തോ അവിടെ അമ്മയ്ക്ക് പനിയാണെന്നോ, അപ്പോൾ എന്താക്കും അവിടെ ഇരുന്നാ കുഞ്ഞിന് പനി പകരം പറഞ്ഞിട്ട് വന്നെന്ന് എന്തൊക്കെയോ അവള് പറയുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് നീ വേഗം പോകാൻ നോക്കും, അമ്മയ്ക്ക് പനി വന്നത് നീ ഇവിടെ വന്നിരിക്കുകയാണോ, അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്ന അവിടെ ആളുണ്ടോ ചോദിച്ചപ്പോ പിന്നെ എന്തോ പറയുന്നത് കണ്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോൻ അവളോടൊന്ന് ചോദിക്കും. അവൾക്ക് ചിന്തിക്കാനുള്ള ബോധമൊക്കെ അല്ലേ, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എൻ്റെ അമ്മയോട് പനിച്ചു കിടക്കുക. ആ സമയത്ത് അമ്മേനെ വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ആരോടും പറയാണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കും അമ്മ? 3-4 വർഷം കഴിഞ്ഞില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? എൻ്റെ വീട്ടിലത്തെ അവൾക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുവിടാം. അയ്യോ, അവള് അങ്ങനത്തെ സ്വഭാവമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നിട്ടില്ല. അവള് എന്തെങ്കിലും ചെറിയ വിവരക്കേടായിരിക്കും മോനെ, അല്ലാണ്ട് വീട്ടിലെല്ലാവരും അവൾക്ക് ഇഷ്ടം. ഇവിടെ വന്നിട്ട് നല്ലോണം അവരെ കുറിച്ചൊക്കെ പറയും സ്നേഹത്തോടു കൂടി. ഇതിപ്പോ മോനിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അറിയുന്നത്. ആ, വന്നോ? ഞാൻ പറഞ്ഞില്ല അമ്മേനോട് എന്നെ തേടി വരുന്നു. ഇപ്പൊ എന്തായി? മിണ്ടാതിരിക്കടേ അവിടെ. മോനെ കുടിക്കാൻ ചായ എടുത്ത് കൊടുക്ക്. എനിക്ക് ചായ ഒന്നും വേണ്ടമേ. ഇവളും കുഞ്ഞ് ഇവിടേക്കാനാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാ ഞാൻ. മോളെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിരുന്നോ? മോൻ കുറെ പ്രാവശ്യം വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനിപ്പോ എന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം എന്നൊക്കെ എനിക്കറിയാം. എന്നെ ആരും വിളിച്ച് ശല്യം ചെയ്യരുത്, അത്രേ ഉള്ളൂ. നീ എന്തൊക്കെയാടി മോനോട് പറയുന്നത്? നിന്നെ കാണാത്തോണ്ടല്ലോ ഇവിടെ തെരഞ്ഞു വന്നത്. നിന്റെ ഭർത്താവല്ലേ അത്? ഇതൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലമേ. അവക്കത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. മോനെ, അത് എന്തൊക്കെ വിവരക്കേട് വിളിച്ചു പറയുക. മോളെ നീ ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിന് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടേ മോൻ്റെ ഒപ്പം പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. ഇപ്പൊ എന്താന്നല്ലോ തിരക്കിട്ട് എന്നെ വിളിക്കാൻ വന്നത്. അവിടെ പണിക്കാരില്ല കുറെ ദിവസമായിട്ട്. അപ്പൊ അമ്മ പനിച്ചു കിടക്കാണല്ലോ, നോക്കാൻ ആളെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാ. പണിക്കാരന് വരണ്ടാന്ന് പറഞ്ഞിരിക്കുക. ഞാനുണ്ടല്ലോ പണിയെടുക്കാൻ. എനിക്ക് അങ്ങനെ പണിയെടുക്കാനാവില്ല. എടി, എന്നിട്ട് ഞങ്ങൾ നിന്നെ കൊണ്ടാണോ വീട്ടിൽ എല്ലാ പണി എടുപ്പിക്കുന്നത്? അമ്മ, ആ ചേച്ചി അവിടെ ഇല്ല എന്നുള്ള സത്യം തന്നെയാ. കാരണം അവള് മോള് പ്രസവിച്ച് കിടക്കുക. അപ്പൊ അവരെ നോക്കാൻ വേറെ ആരുമില്ല വീട്ടില്. അപ്പൊ അങ്ങോട്ട് പോയതാ. കുറെ കാലമായില്ലേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ അമ്മയാണ് വീട്ടിലത്തെ എല്ലാ പണിയും നോക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് അടുക്കളയിൽ കയറലൊന്നുമില്ല. അല്ലെങ്കിൽ എന്തിനാ വീട്ടിലെ പണി മുഴുവൻ അമ്മനോട് ചെയ്യിപ്പിക്കുന്നത്? നിനക്ക് ചെയ്തുകൂടെ മോളെ? നീ ഇവിടെ എല്ലാ പണിയും ചെയ്യല്ലോ. അവിടെ പോയപ്പോ നിനക്ക് ഒരു പണി അറിയാണ്ടായിപ്പോയോ?
നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഭർത്താവിന്റെ അമ്മയ്ക്ക് സുഖമില്ല പറഞ്ഞു, നേരെ സ്വന്തം വീട്ടിലേക്ക് ഓടി വന്നു. ഇപ്പൊ എനിക്ക് സുഖമില്ലെങ്കിലോ നീ എന്നെ വിട്ട് വേറെ എവിടെയെങ്കിലും പോകുമോ? അത് അപ്പോഴല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. ഇവക്ക് അഹങ്കാരം കൂടിപ്പോയതിന്റെ കുഴപ്പമേ. കല്യാണം കഴിച്ചുകൊണ്ടുപോകുമ്പോഴേ ഒരു പാവം പെൺകുട്ടിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കറിയില്ലല്ലോ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. മോളെ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നീ കാര്യം പറയേ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടല്ലേ എന്താ പ്രശ്നം എന്ന് മനസ്സിലാവോ? നീ ഒന്നും പറയാതിരുന്നാലോ? നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? നിനക്ക് എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ഉണ്ടെങ്കിൽ അതിപ്പോ പറ. മോനെ, ഒരു മിനിറ്റ്. അവൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. മോള് വാ, ഇങ്ങോട്ട് വാ. എനിക്ക് എന്താണ് ചേട്ട കുടിലിന് വലിയ കൊട്ടാരത്തിൽ പോയപ്പോ എനിക്ക് എല്ലാം മറന്നോ? എന്റെ കണ്ണ് മഞ്ഞളിച്ച് പോയില്ലേ? ഇഷ്ടംപോലെ അവിടെ സാധനങ്ങളും പൈസ എല്ലാം കണ്ടപ്പോ എന്റെ എന്ത് വിചാരിച്ചു നീ വന്നിരിക്കും അവിടെ? അമ്മ, ഞാൻ ഒരു കാര്യം പറയാ, ഞാൻ ഒന്നും മറന്നിട്ടൊന്നുമല്ല, എല്ലാം ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാ. അവിടെ ഒരു ഭയങ്കര സന്തോഷത്തിലും ഇതിലൊക്കെ കഴിയുന്നത്. അതൊക്കെ അവിടെ കൊടുക്കേണ്ട കാര്യം എന്താ? ഏട്ടനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ആയില്ലേ. ഓ, അപ്പൊ നിന്റെ പ്ലാൻ എന്താ? അവളെ നമ്മുടെ വീട്ടിൽ കൊണ്ടിരുത്താനോ? നമ്മുടെ വീട്ടിലിരുത്താനൊന്നുമല്ല പറഞ്ഞത്, അവരുടെ കുടുംബമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇവിടെ അടുത്ത് എങ്ങാനും ഒരു വീട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും ഏട്ടനും ഇവിടെ നിൽക്കൂലേ. എന്തിനു പിന്നെ അങ്ങോട്ട് പോകേണ്ടത്? അമ്മ, ഈ ചാൻസ് എനിക്ക് മുതലാക്കിയേ പറ്റൂ. ഇപ്പം എന്നെ തേടി വന്നില്ലേ, ഇതുപോലെ എൻ്റെ അടുത്ത് വിടാണ്ട് ഏട്ടൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും. അതാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപകാരമുള്ളൂ, അല്ലെങ്കിൽ എന്ത് ഉപകാരം നമുക്ക് ഉണ്ടാകുക? എന്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തേ? എന്റെ പൊന്നു മോളെ, നീ രക്ഷപ്പെട്ടതിനെ ഈശ്വരനോട് ഞങ്ങൾ ഏതു നേരം നന്ദി പറഞ്ഞിരിക്കുക. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ നാണം കെട്ട ജീവിതം ഞങ്ങൾക്ക് വേണ്ട മോളെ. ഞാൻ 2 വീട്ടിൽ പണിക്ക് പോയാലും ഞങ്ങൾക്ക് അന്തസ്സായി അഭിമാനത്തോടു കൂടി കഴിയാം. നാളെ പുറത്തിറങ്ങണ്ട ഞങ്ങൾക്ക്. നാട്ടുകാരെന്താ പറയുക? വലിയ വീട്ടിലെ ചെക്കനെയും കല്യാണം കഴിച്ചു, ഇഷ്ടം പോലെ പൈസയായപ്പോൾ ചെക്കനെയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നു. അതിൻ്റെ അച്ഛനും അമ്മനെ ഉപേക്ഷിച്ച് പറയില്ലേ? ആ നാണക്കേട് വേണോന്ന് എനിക്ക്? ഞങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടതല്ലേ? മോളൊരു കാര്യം ചെയ്യ്, നീ അവൻ്റെ കൂടെ പോ. അവരെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ മോനെ വളർത്തിയത്. എല്ലാ അച്ഛനമ്മമാരും ഒരുപാട് പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തുന്നത്. ആ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു താങ്ങായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത്. ആ കുട്ടിക്ക് ജോലി കിട്ടിയിട്ട് 2-3 വർഷം എന്തെങ്കിലും വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും നിന്നെ കല്യാണം കഴിച്ചു. ഇനിയിപ്പോൾ നീ എല്ലാം ഇങ്ങോട്ടേക്ക് തന്നെ വേണം പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ അമ്മൻ്റെ അവസ്ഥ എന്തായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ മാത്രമൊന്നും അല്ലല്ലോ. അശോക് ഏട്ടൻ്റെ മോൻ എന്താ ചെയ്ത്? കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു കേട്ടിട്ട് അവളെ വീട്ടിലേക്ക് പോയില്ലേ? എന്നിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കല്ലേ? അതുപോലെ ഞങ്ങൾക്ക് വേറെ താമസിക്കാന്ന് വിചാരിച്ചിട്ട്. ആ വിചാരം ഇരിക്കണമെങ്കിലേ എൻ്റെ മോള് വീട്ടിൽ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. ആ ചെക്കനെ പോലെ പൊട്ടനല്ല ഇത്. നല്ല കുടുംബത്തിൽ വളർന്ന കുട്ടിയാ. അവന്റെ അച്ഛനമ്മനും വിട്ട് അവൻ കളിക്കില്ല. നിന്നെ വിട്ടാലേ വേറെ പെണ്ണ് കിട്ടും. സ്വന്തം അച്ഛനമ്മനെ വിട്ട് വേറെ അച്ഛനമ്മ കിട്ടുമോ? നിന്നെയൊക്കെ ആർക്ക് വേണടി? ഈ ദാരിദ്ര്യത്തിൽ വന്ന ഒരു പെണ്ണെടുത്തതും പോരാ, നീ അവർ തലയിൽ കയറാൻ നിൽക്കുന്ന. നിനക്ക് എന്ത് ഗുണോടെ ഉള്ളത്? ഒന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം. രണ്ടാമത്തെ എനിക്ക് സ്വഭാവ ഗുണം തീരില്ല. മൂന്നാമത്തതോ അവരോട് കാണിക്കുന്ന നന്ദി കേട്. ശരിക്കും പറഞ്ഞ ചെക്കൻ പെട്ടുപോയതാ. നീ ഒരു കാര്യം ചെയ്തോ, നീ പോകുന്നില്ലേക്ക് പോകണ്ട, ഇവിടെ ഇരുന്നോ. ഞാൻ അവനോട് പോകാൻ പറയാം. മോനെ, അവളിപ്പോൾ വരുവേ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വരണമെന്നല്ല, പിന്നെ അമ്മ അത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വരാം. അയ്യോ, എനിക്ക് ഒരു നിർബന്ധമില്ല നീ എൻ്റെ കൂടെ വരണമെന്ന്. നീ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നോ. നിന്റെ സ്വഭാവത്തിന് പറ്റിയ കുടുംബമല്ല എൻ്റെത്. പിന്നെ അമ്മേനുള്ള മര്യാദ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് സംസാരിച്ചത്, അല്ലാണ്ട് നിന്നെ കണ്ടിട്ടല്ല. നിനക്ക് നിന്റെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും എന്ന് വേണം തോന്നുകയാണോ, അന്ന് നീ അങ്ങോട്ട് വന്നാൽ മതി, അല്ലാണ്ട് നീ അങ്ങോട്ട് വരാൻ നിൽക്കണം. ഞാൻ ഇറങ്ങട്ടെ.
അവൻ പോയില്ലേ, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്ന? ഞാൻ വിചാരിച്ചത് എന്നെയും കൂട്ടിയിട്ടേ പോകുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന അറിഞ്ഞില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, അവനെ നട്ടലുള്ള ആൺകുട്ടിയാ. നീ എന്താ വിചാരിച്ച്? നീ ഇങ്ങനെ പണിക്ക് സ്വന്തം വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിന്റെ പുറകേ വരുന്നുള്ളതല്ലേ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതമ്മ പറഞ്ഞതാ. ഇനി നീ എന്ത് ചെയ്യാനാ? ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോ. നിന്റെ പണ്ടത്തെ ജീവിതമൊന്നും എനിക്ക് മറന്നിട്ടില്ലല്ലോ, അതങ്ങ് തുടർന്നങ്ങ് ജീവിച്ചോ. അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തി അത് കിടക്കില്ല, അത് ചാടിപ്പോകുന്നുള്ളത്. അത് തന്നെയാണ് നിന്റെ അവസ്ഥ. ഓ, എന്ത് കഷ്ടകാലത്തിനാണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞിട്ട് പോകുന്നു ഇവിടെ ഇരിക്കാൻ. അമ്മയൊരു കാര്യം ചെയ്യും, ഞാൻ പോവാൻ നിൽക്കുക. കുഞ്ഞിനൊന്ന് റെഡിയാക്ക്. കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. എന്റെ ബാഗ് എടുത്തേക്കട്ടെ. ഏട്ടൻ എവിടെ എത്തിയെന്തോ. കല്യാണം കഴിഞ്ഞ് പിന്നെ മനുഷ്യൻ ഒന്ന് രക്ഷപ്പെട്ടത്. ഇനിയും ഞാൻ പഴയ ജീവിതം തുടരാനാ. കുഞ്ഞിനെ റെഡിയാക്കാൻ. നീ എവിടെ നിൽക്ക്, ഞാൻ ഒരു ഓട്ടോ പിടിച്ചു തരാം. അവരെന്തായാലും നിന്റെ കാറിൽ കയറ്റും തോന്നുന്നില്ല.